നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, തൃശൂർ കൊടുങ്ങല്ലൂർ പാതയുടെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, ഠാണാവിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട കാട്ടൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പൂതംകുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മെയിൻ റോഡിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KJ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് പ്രതിഷേധ മാർച്ച് KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, KK ശോഭനൻ, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ CS അബ്ദുൽ ഹഖ്, ബാബു തോമസ്, ശശികുമാർ എടപ്പുഴ, AP വിൽസൺ, N ശ്രീകുമാർ, സിദ്ധാർത്ഥൻ AI, PK ഭാസി, സാജു പാറേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുടയിൽ തൃശ്ശൂരിലേക്ക് പോകുന്ന റോഡ്, കൊടുങ്ങല്ലൂർ റോഡ്, ആ റോഡ് എത്ര കാലമായി അതിന്റെ പണി തുടങ്ങിയിട്ട്? ഇതിനൊരു അന്തമില്ല, ഇതിനൊരു അവസാനമില്ല. അതിങ്ങനെ നീണ്ട് വർഷങ്ങളായി ആ പണിയൊക്കെ പാതി വഴിയിൽ കിടക്കുന്ന മാതിരി ഒരു ഒന്നും പൂർത്തീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ ജില്ലയിലുള്ളത്. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള മന്ത്രി, അതും വെറും മന്ത്രിയല്ല, വിദ്യാഭ്യാസ മന്ത്രി, വെറും വിദ്യാഭ്യാസ മന്ത്രിയല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭരണത്തെ കുറിച്ചൊക്കെ, ആ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സാധാരണ വ്യക്തിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു മന്ത്രിയുമായി കേരളത്തിലെ ഏറ്റവും വിവരമില്ലാത്ത മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആ മന്ത്രിയുടെ പേരാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു എന്ന് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അപമാനമാണ്. ഈ കേരളത്തിൽ തന്നെ പല ഗവൺമെന്റുകളിലും പല വിദ്യാഭ്യാസ മന്ത്രിമാരും ഇരുന്നിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒക്കെ പല ആളുകളും മന്ത്രിമാരാകും, സ്വാഭാവികമാണ്. പക്ഷെ ഇതുപോലെ ഭാവി തലമുറയെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു മന്ത്രിയാണ് R ബിന്ദു എന്ന് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പ് കനാൽ ബേസ് സ്വദേശികളായ 2 പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു. കടിച്ച നായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നായയ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചത്. പ്രദേശവാസികൾ ആശങ്കയിൽ. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് ചെട്ടിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപത്ത് വെച്ച് 2 പേർക്ക് തെരുവു നായയുടെ കടിയേറ്റത്. ഉടൻ ഇരുവരും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു. ചത്ത നായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നായയ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചത്. ഈ നായ മറ്റു നായകളുമായി ഇടപഴകിയതാണ് ആശങ്കയ്ക്ക് കാരണം. ഈ സാഹചര്യത്തിൽ സമീപ പ്രദേശത്തെ നായകൾക്ക് ഉടൻ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുമെന്ന് മുനിസിപ്പൽ കൗൺസിലർ മിനി സണ്ണി നെടുമ്പാക്കാരൻ പറഞ്ഞു. പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാട്ടൂർ സിഡ്കോ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ മണ്ണിൽ കലർന്ന് 300ഓളം പൊഞ്ഞന നിവാസികൾ കടുത്ത ദുരിതം നേരിടുകയാണെന്നും അവർക്ക് നീതി ലഭിക്കണമെന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. പൊഞ്ഞനത്തെ നിർദ്ദിഷ്ട സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ പരീക്ഷണം നടത്തി വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചതിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പ്രദേശവാസികളുടെ കിണറും ഭൂമിയും ഉപയോഗിക്കുവാൻ കഴിയാത്ത രീതിയിൽ മലിനമായി. ഈ കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിന്റെ സർക്കാർ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും ജനജീവിതം ദുസ്സഹമാക്കിയതിന് നഷ്ടപരിഹാരം വാങ്ങണമെന്നും ഇതിനുള്ള നിയമപരവും രാഷ്ട്രീയവുമായ പൂർണ്ണ പിന്തുണ പ്രദേശവാസികൾക്ക് നൽകുമെന്നും യൂജിൻ മൊറേലി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം മോളി പിയൂസ്, സമരസമിതി ഭാരവാഹി ജോയ് തോമസ് എന്നിവർ പ്രദേശവാസികളുടെ ദുരിതം വിവരിച്ചു. RJD സംസ്ഥാന കമ്മിറ്റി അംഗം കാവ്യ പ്രദീപ്, മഹിളാ ജനത ജില്ലാ സെക്രട്ടറി കലാ രാജീവ്, ML ജോസ്, PG ബിന്നി, TV ബാബു എന്നിവരും യൂജിൻ മൊറേലിക്കൊപ്പം ഉണ്ടായിരുന്നു.
കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇരിങ്ങാലക്കുട ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഗമം ഹാളിൽ സംഘടിപ്പിച്ച പാലിയം വിളംബര സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള പ്രാന്ത കാര്യവാഹക് PN ഈശ്വരൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന നിർവാഹക സമിതി അംഗം മനോജ് KR സ്വാഗതവും ജില്ലാ സെക്രട്ടറി VR ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. മാധവജി കേരളത്തിന്റെ ചരിത്രത്തില് നിർണായകമായ വഴിത്തിരിവുകൾ വരുത്തിയ ഒരു മഹാപുരുഷനാണ്. 1926 അദ്ദേഹം കോഴിക്കോട് ജനിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസവും ഇന്റർമീഡിയറ്റ് ഡിഗ്രി കോഴിക്കോട് നിന്ന് ആർജിച്ചതിന് ശേഷം BSc ഫിസിക്സ് പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെന്നൈയിൽ പോയി ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. അതിനിടയിൽ തന്നെ 1942 കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം തുടങ്ങാനായി ദത്തോപാന്ത് ഡേങ്കടിജി കോഴിക്കോട് എത്തുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ അന്നു മുതൽ മാധവജി അദ്ദേഹത്തിന്റെ സമ്പർക്കത്തിൽ വരികയും ശാഖയിലെ രംഗമായി മാറുകയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനാവുകയും വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി അതിന്റെ പ്രചാരകനായി ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി സമർപ്പിച്ച ഒരു പ്രവർത്തകനായി മാറി. ഇതിന്റെ ഒരു ആദ്യ ഭാഗം മാധവജിയുടെ ജീവിതയാത്രയെക്കുറിച്ചും സംഘടനാ യാത്രയെക്കുറിച്ചും അദ്ദേഹം ചെയ്ത സംഭാവനകളെ കുറിച്ചും ഒന്ന് അനുസ്മരിച്ചതിന് ശേഷം മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KJ ജിനേഷ് കൊടിയേറ്റി. ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് തൊകലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ PT ജോർജ്, സംഘാടക സമിതി കൺവീനർ സെനു രവി, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചാർലി തൊകലത്ത്, രജിത സുധീഷ്, സിന്ധു രാജൻ, ബീന രവി, ബാബു ചങ്കരങ്കാട്ടിൽ, കുട്ടൻ പാറപ്പുറത്ത് എന്നിവർ പ്രസംഗിച്ചു. ഈ 20 വർഷക്കാലമായിട്ട് നമ്മുടെ പ്രദേശത്ത് ഈ ഇങ്ങനൊരു ഓണാഘോഷം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് പല വിധമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതും അതിലിപ്പോൾ പറഞ്ഞത് നമ്മളൊരു വിസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ് 3-ാം തീയതി സാന്ത്വന സദനത്തിലാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതായത് ഓണം ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അവർ മാറി നിൽക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം ഓണം ആഘോഷിക്കാനൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഗ്രാമും 31-ാം തീയതി പറഞ്ഞ് വീരനാട്യം നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എല്ലാ പരിപാടികളും വളരെ ശാന്തവും സമാധാനവുമായിട്ട് നടത്താനായിട്ട് സാധിക്കട്ടെ. രാസലഹരിക്കെതിരെ 0480 സംഘടിപ്പിക്കുന്ന ബ്ലൂം അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടിയുടെ ഭാഗമായി അയ്യങ്കാളി സ്ക്വയറിൽ സജ്ജമാക്കിയ പൂക്കുട വേദിയിൽ കരോക്കെ ഗാനമേള, കർണാട്ടിക് സംഗീത സന്ധ്യ, ഓട്ടംതുള്ളൽ, ജീവിതം ലഹരി, ഏകപാത്ര നാടകം എന്നിവ അരങ്ങേറി. ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിയേ, നേരം മറന്നു നീ പാടുന്ന പാടിന്റെ ഈണം മറന്നതാണോ? നേരം നിരത്തി തനിച്ചിരുന്നൊറ്റയ്ക്ക് പാടുന്ന പെൺകിളിയേ, കൂടണയണ്ണി മറന്നത് കൂട്ടിനിണയെ തിരഞ്ഞതാണോ? ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിയേ, നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ? ഇനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതിൻ എല്ലാ ജനവും, നന്നായി വരുവതിൻ എല്ലാ ജനവും നമ്മെ അനുഗ്രഹം ഏകീടേണം. കൂടൽമാണിക്യം ദേവസ്വം കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തിനും വിശേഷാൽ പൂജകൾക്കും തന്ത്രി അണിമംഗലത്ത് വല്ലഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന്
പെരുവനം പ്രകാശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. വൈകിട്ട് കേളി, സോപാന സംഗീതം, ദീപാരാധന, ഗണപതി മഹാത്മ്യം, കഥകളി എന്നിവ നടന്നു. ഇരിങ്ങാലക്കുട പുത്തൻകുളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നാദസ്വര കച്ചേരി, നാമസങ്കീർത്തനം, ദീപാരാധന, പ്രസാദ വിതരണം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.